കെ ഇസ്മയിലിന്റെ അതൃപ്തി ഇങ്ങനെ പുകയുന്നുണ്ട്. നേതൃത്വത്തിന് ആഞ്ഞടിക്കുന്നു CPI നേതാവ് കെ ഇസ്മയിൽ. തന്റെ സസ്പെൻഷൻ തെറ്റെന്ന് പാർട്ടി പ്രവർത്തകർക്ക് ബോധ്യമുണ്ട് എന്ന് പറയുകയാണ് കെ ഇസ്മയിൽ. പ്രായമുള്ളവരെ ഇപ്പോൾ പാർട്ടിക്കാർക്ക് വലിയ താല്പര്യമില്ല എന്നും കെ ഇസ്മയിൽ പറയുന്നു. മണ്ണാർക്കാട്ടെ തോൽവിയിൽ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് രാജിനെതിരെയും കെ ഇസ്മയിൽ വിമർശനം ഉന്നയിക്കുകയാണ്. പുതിയ നേതൃത്വത്തിന് എന്തെങ്കിലും അസ്വീകാര്യതയുണ്ട്, വയസ്സന്മാരെ പിടിക്കാതിരിക്കേണ്ടതുള്ളത് അവരുടെ പ്രശ്നമാണ്. അവരുമായിട്ട് ചോദിക്കേണ്ടത്, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അന്ന് പാർട്ടിക്ക് നോക്കുന്നത് നിസ്വാർത്ഥമായ സേവനം, പാർട്ടി കൂറ്, പ്രവർത്തിക്കാനുള്ള കഴിവ്, ആത്മാർത്ഥതൊക്കെ നോക്കുക. ഇന്നതല്ല. ഇന്ന് തന്നോട് കൂറുന്നുണ്ടോ, തന്നോട് മമതയുണ്ടോ, അങ്ങനെ ആശ്രിതന്മാരായിട്ട് നിൽക്കുന്ന ആളുകളെ നോക്കി കാണുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത്രയേ ഉള്ളൂ. ഞാൻ ഈ സമൂഹത്തിൽ ഇതുവരെ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സൽപ്പേരും അംഗീകാരം എനിക്കുണ്ട്. അതാണ് എൻ്റെ കൈമുതൽ. അതല്ല, ഞാൻ പാർട്ടി തന്നെയാണ്. അവർ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പാർട്ടി തന്നെയാണ്. അതേസമയം ഈ വിഷയം ബിനോയ് ചോദിച്ചു. അപ്പോൾ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് വേണ്ടി വാർത്ത ചോർത്തുന്നവർ ഈ പാർട്ടിയുടെ രക്ഷകരല്ല എന്നുള്ളതായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ മറുപടി. മാധ്യമങ്ങൾ പറഞ്ഞ ആൾക്കാരൊന്നും ഞങ്ങൾ രക്ഷകന്മാരൊന്നും അല്ല. അതല്ല, അറിയാൻ ഏതെങ്കിലും മാധ്യമത്തിന് വേണ്ടി വാർത്ത കൊടുക്കുന്നവരും ചോർത്തുന്നവരും ഈ പാർട്ടിക്കകത്തുമുണ്ട്. പക്ഷെ അവരെല്ലാം രക്ഷകന്മാർ. അകത്തോട് രക്ഷകന്മാരോട് അവരാരുമല്ല. രക്ഷകന്മാർ പാർട്ടിയെ സ്നേഹിക്കുന്ന എത്രയോ പേരുണ്ട്, ആയിരങ്ങളുണ്ട്. അവർക്ക് മാധ്യമങ്ങളല്ല വലുത്. മാധ്യമങ്ങളെപ്പറ്റി അധികം ചിന്തിക്കുന്നവർ, അങ്ങോട്ട് വാർത്ത ചോർത്തുന്നവർ, അവരാരും പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നവരുമല്ല, ചിന്തിക്കുന്നവരുമല്ല. നാളെ തെളിയിക്കപ്പെടുക കാര്യം. ശ്രീമാന വാർത്തകൾ ശ്രീത്ത്, കാനം CPI നേതൃത്വം തമ്മിലുള്ള തർക്കം തുടങ്ങിയിട്ട് കുറേ നാളായി. അത് കാനമല്ല, കെ ഇസ്മയിൽ CPI നേതൃത്വം, അത് കാനത്തിൻ്റെ കാലം മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ അപ്പോഴൊക്കെ കെ ഇസ്മയിൽ ഇങ്ങനെ പരസ്യ പ്രതികരണങ്ങൾ അങ്ങനെ അപൂർവമായി മാത്രം നടത്താറുള്ളൂ. പറയുകയാണെങ്കിൽ 1-2 വാക്കുകൾ. ഇതിപ്പോൾ അതിൻ്റെ അടുത്ത ഫേസിലേക്ക്, ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ ശ്രീത്? ഹാഷ്മി, അതിൽ എടുത്തു പറയേണ്ടത് കെ ഇസ്മയിലിന് അടുത്ത ഓഗസ്റ്റ് 10-ന് 86 വയസ്സ് തികയുകയാണ്. ആ ഒരു സമയത്ത് വടക്കഞ്ചേരിയിലാണ് അടുത്ത മാസം ഈ CPIയുടെ ജില്ലാ സമ്മേളനം. അതായത് കെ ഇസ്മയിലിൻ്റെ സ്വന്തം നാട്ടിലാണ് ഇത്തവണ ജില്ലാ സമ്മേളനം നടക്കുന്നത്. ആ സമയത്താണ് കെ ഇസ്മയിൽ മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇപ്പോൾ ഒരു സസ്പെൻഷൻ നടപടി നേരിട്ട് വീട്ടിലിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അത്തരത്തിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് താൽക്കാലികമായി വിലക്കിയിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് കെ ഇസ്മയിൽ അദ്ദേഹത്തിന് ഓഫ് ദ റെക്കോർഡായി സംസാരിക്കുമ്പോഴും ഓൺ ദ റെക്കോർഡായി സംസാരിക്കുമ്പോഴും നല്ല വിഷമമുണ്ട്, തന്നെ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ എന്നാണ് കെ ഇ നമ്മളോടൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനം ഉയർത്തിയിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജിനെതിരെ തന്നെയാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മണ്ണാർക്കാട്ടെ സുരേഷ് രാജിൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചാണ് നമ്മൾ ചോദിച്ചത്. ജോസ് ബേബിക്ക് ശേഷം മറ്റാരും ജയിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, സ്ഥാനാർത്ഥിയുടെ ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയും ഒക്കെ ഒരു ഘടകം തന്നെയാണ് എന്ന്. അതായത് മണ്ണാർക്കാടിന് സുരേഷ് രാജ് വീണ്ടും മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് അവരാണ് തീരുമാനിക്കേണ്ടത്, താനിപ്പോൾ ആ ഘടകങ്ങളിലൊന്നുമില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ 2-3 തവണയൊക്കെ മത്സരിച്ച ആളുകൾക്ക് വീണ്ടും സീറ്റ് നൽകേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് പാർട്ടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മത്സരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നും പറയുന്നുണ്ട്. വയസ്സന്മാരെ എന്തായാലും ഈ പാർട്ടിക്ക് വേണ്ട എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം വയസ്സായി പോയതുകൊണ്ടാണോ തന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഇത് കൂടാതെ പട്ടാമ്പി MLA മുഹമ്മദ് മോഹസിന് പാർട്ടിയുമായി ചില പ്രശ്നങ്ങളുണ്ട്, ചില വിഷയങ്ങളിൽ വിയോജിപ്പുകളുണ്ട്. അപ്പോഴാണ് യുവാക്കളുടെ കാര്യം എടുത്ത് അദ്ദേഹം പറയുന്നത്. ചില യുവാക്കൾ ളെ മാത്രം കാര്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ആശ്രിതന്മാരെയാണെന്ന് തനിക്ക് സംശയമുണ്ട് എന്നാണ് മുതിർന്ന നേതാവ് കെ ഇസ്മയിൽ പറഞ്ഞു വെക്കുന്നത്. ഇതിനുള്ളൊരു മറുപടി എന്നോണമാണ് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകുന്നത് പാർട്ടിയെ സ്നേഹിക്കുന്നവരല്ല എന്ന തരത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെതായ പ്രതികരണം ആലപ്പുഴയിൽ നിന്ന് വന്നെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കെ ഇസ്മയിൽ വീണ്ടും ഒരു പോർമുഖം തുറക്കുകയാണ്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ എടുത്തു പറയുന്നുണ്ട്, താനൊരു സേവ് CPI, പാലക്കാട്ടെ CPI വിമതരുടെ കൂട്ടായ്മയാണ് സേവ് CPI ഫോറം, പാലോട് മണികണ്ഠൻ അടക്കമുള്ള മുൻ നേതാക്കളാണ് അതിലുള്ളത്. ആ സേവ് CPI ഫോറമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, താൻ പാർട്ടിക്കാരനാണ്, തന്നെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും പാർട്ടിയിലുണ്ട്, തനിക്കെതിരായ നടപടി തെറ്റാണെന്ന് കൃത്യമായി ബോധ്യം അവർക്കുണ്ട്, തനിക്ക് എല്ലായിടങ്ങളിലും നല്ല സ്വീകാര്യതയും ഇരിപ്പിടവും ലഭിക്കുന്നുണ്ട് എന്നുകൂടി CPIയുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാവണം മന്ത്രി എന്നതടക്കം തീരുമാനിച്ചിരുന്ന നിരവധി കാലം മന്ത്രിയായിരുന്ന CPIയുടെ പ്രധാനപ്പെട്ട നേതാവായ കെ ഇസ്മയിൽ പറഞ്ഞു വെക്കുന്നത്. ഹാഷ്മി, ഓക്കെ, അദ്ദേഹത്തിന് അതൃപ്തി തുറന്നു തന്നെ പരസ്യമായി തന്നെ പറയുകയാണ്. ഈ പറയുന്ന പോലെ പ്രായമുള്ളവരെ പാർട്ടി നേതൃത്വത്തിന് പോലെ താല്പര്യമില്ല, ആശ്രിതർക്ക് എല്ലാം വാരിക്കോരി കൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം കുറച്ചുകൂടി തുറന്നു പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ അതൊരു പുതിയ ഏറ്റുമുട്ടൽ, കൂടുതൽ പരസ്യ വിമർശനങ്ങളുമായി കൂടുതൽ വെളിപ്പെടുത്തലൊക്കെയുള്ള ഏറ്റുമുട്ടലൊക്കെ പോകുമോ?